നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ദാ നിൽക്കുന്ന നിന്റെ ഭർത്താവ് ചോദിച്ചു നോക്ക്. ഹാർട്ടിൽ ഹോൾ ഉള്ളത് കൊണ്ടാ ചില നേരത്തെ കുഞ്ഞ് നിർത്താതെ കരയുന്നത്. അങ്ങനെ നിർത്താതെ കരയുമ്പോ മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണം. അത് കൊടുക്കുന്നത് അർച്ചനയാ. അതിനാ കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത്. നിന്നെ അറിയിക്കണ്ടെന്ന് സന്ദീപ് പറഞ്ഞതുകൊണ്ട് ഇതുവരെ ആരും നിന്നോടൊന്നും പറയാതിരുന്നു. നീ അറിഞ്ഞ ചിലപ്പോ നിനക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് കരുതി. അതുകൊണ്ടാ അർച്ചന ഉറങ്ങാതിരുന്ന് മരുന്ന് കൊടുക്കുന്നത്. നമ്മുടെ മോൾക്ക് ഇങ്ങനൊരു അസുഖമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഏട്ടത്തി എനിക്ക് ധൈര്യം തന്നത്. ആ ഏട്ടത്തി നീ ഓരോന്ന് പറയുമ്പോഴൊക്കെ എന്റെ നെഞ്ചപ്പടയുന്ന ഏട്ടത്തി വിലക്കിയതുകൊണ്ട്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞേനെ. നീ വിഷമിക്കണ്ട മോളെ. ഒരു വയസ്സാവുമ്പോ ഒരു സർജറി ചെയ്തത് മാറുമെന്ന ഡോക്ടർ പറഞ്ഞത്. ചിലപ്പോ ഈ മരുന്ന് കൊണ്ട് തന്നെ മാറും. എങ്കിൽ നമുക്ക് സർജറി ഒഴിവാക്കാം. ഇങ്ങനൊരവസ്ഥ നിന്നെ കാണാതിരിക്കാൻ വേണ്ടിട്ടാ നിന്നെ അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. അർച്ചന കുഞ്ഞിനെ എടുക്കുമ്പോ അത് കരച്ചിൽ നിർത്തും. അത് മരുന്ന് കൊടുക്കാൻ അർച്ചനയുടെ അടുത്ത് തന്നെ കൊണ്ടുവരുന്നത്. ഇനി അങ്ങ് കൊടുത്തേക്ക് അർച്ചനെ. മരുന്നും ആതിര അങ്ങ് ഏൽപ്പിക്ക്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ആതിരയ്ക്ക് അറിയാലോ. നീ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കും തോറും അവള് പറയുന്നത് എന്താ? അർച്ചനയായോണ്ട് കൊള്ളാം ആതിരെ. നീ പറയുന്നതൊക്കെ കേട്ട് ക്ഷമിക്കും. അത് നീ നിന്റെ ചേച്ചി ഒന്ന് മനസ്സിലാക്ക്. ഇവിടെ വേറെ ആരെന്ത് പറഞ്ഞാലും അവക്ക് ക്ഷമിക്കാൻ പറ്റും. നീ പറയുന്നതൊന്നും പെട്ടെന്ന് അവളുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരല്ലേ രണ്ടുപേരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.